ഹലോ. ഹായ്. ഇങ്ങോട്ട് പോന്നാ. ഹലോ. ഹലോ. മാമീനെ വിളിക്കുന്നേ. ഹായ്. മോളെ ഫ്രണ്ട് മേലേന്ന് വിളിക്കുന്ന. അങ്ങനെ നമ്മളിതാ ഡിമാർട്ടിലേക്ക് പോകുന്നതാണേ. നമുക്കിവിടുന്ന് അടുത്താണ് ഡിമാർട്ട്. അടുത്തുള്ള ഡിമാർട്ട് ഏതാണെന്ന് വെച്ചാൽ ഹൂഡിയിലുള്ള ഡിമാർട്ടാണ് നമുക്കടുത്ത്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് നല്ല ബ്ലോക്കാണ്. നമ്മൾ കുറേ സമയം ഇങ്ങനെ നിന്നേന്. ഒരു അരമണിക്കൂറോളം നമ്മൾ നിന്നേന്. അവസാനം നമ്മളെങ്ങനെയല്ലോ ഉള്ളിൽ കയറി. അവസാനം ഇതാ നമുക്കൊരു സ്ഥലം കിട്ടിയവരവിടെ പാർക്ക് ചെയ്ത് വേഗം ഓടിയതാണ്. ഇവിടുന്ന് ലിഫ്റ്റിൽ കയറിയിട്ട് നമ്മൾ മേലെ എത്തി നോക്കുമ്പോൾ ഒരൊറ്റ ട്രോളി പോലും അവിടെ ഇല്ല. അവസാനം ഒരാൾ അങ്ങനെ ഒഴിവാകുന്നതും കാത്തു നിന്നിട്ട് അവസാനം കിട്ടി. അത്ര തിരക്കാണ്. അതായത് ഇതിൻ്റെ ഉള്ളിൽ നോക്കി നോക്കുക നിങ്ങൾ, അത്രയും തിരക്ക്, അത്രയും ജനങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് അധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എല്ലാ സാധനവും നമുക്ക് എന്ത് വേണ്ട എല്ലാ സാധനവും ഉണ്ട്. പച്ചക്കറി ഒഴിച്ചിട്ട് ബാക്കി എല്ലാ സാധനവും നമുക്ക് ഇവിടുന്ന് കിട്ടും. ഞാനിതാ പരിപ്പ് മാത്രം എടുക്കുന്നതേ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഒരുപാട് ആളുള്ളതുകൊണ്ട് നമുക്കൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അവസാനം നമ്മളിതാ എല്ലാ സാധനവും വാങ്ങിയിട്ട് വരുന്ന ക്ഷീണം പിടിച്ചു എല്ലാം കൂടെ. അത്രയും സമയം അതിൻ്റെ ഉള്ളിൽ തിരക്കും മോളും ഇല്ലേ. അപ്പോൾ അവസാനം ഭയങ്കരമായിട്ട് ക്ഷീണം പിടിച്ച് നമ്മളെ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ 3 മണിയല്ല അതിന്. അവസാനം ഇതെല്ലാം എടുത്ത് നമ്മൾ വണ്ടിയിൽ വെച്ച് ഇവിടുന്ന് നമ്മളൊരു സാധനം വാങ്ങിയത്, നല്ല ടേസ്റ്റുള്ള പോപ്കോൺ. നല്ല ടേസ്റ്റാണ് അതിന്, ചീസി പോപ്കോൺ. അപ്പോൾ അത് വാങ്ങി. അപ്പോൾ നല്ലോണം വിശന്നുകൊണ്ട് അതെല്ലാം കഴിച്ച്. പിന്നെ ഒരു ജ്യൂസും വാങ്ങി. അതും കുടിച്ചപ്പോൾ വിശപ്പൊന്ന് മാറി. അപ്പം നമ്മളിതാ വീട്ടിലെത്തിയിട്ട് നമുക്ക് ഇനിയും പോകാനുണ്ട്. പിണക്കമാണോ? സാധനങ്ങളെല്ലാം എടുത്ത് മേലെ കയറ്റി. നമ്മളിവിടെ കഞ്ഞിക്ക് വെച്ചിട്ടാണ് പോയത്. മോക്കും ഹസ്ബൻഡിനും ഭയങ്കര ഇഷ്ടമാണ് കഞ്ഞി. എന്തായാലും നമ്മൾ ലേറ്റ് ആവുമെന്ന് ഉറപ്പാണ്. അപ്പം ഞാൻ ചെറുപയറും അരിയും റൈസ് കുക്കറിൻ്റെ അകത്ത് ഇട്ടിട്ടാണ് പോയത്. നമ്മൾ വരുമ്പോഴത്തേക്ക് നല്ലോണം ആയി വന്ന്. നമ്മൾ മുട്ട ബുർജിയും പപ്പടവും കൊണ്ടാട്ടവും ഉണ്ടാക്കി. പിന്നെ ഇവിടുന്ന് കിട്ടിയൊരു വേറൊരു ഒരു പപ്പടം ഉണ്ടായിരുന്നു. പപ്പടം അതിനെന്നാ പറയാമെന്ന് എനിക്കറിയില്ല. അതും നമ്മളിതിൻ്റെ കൂടെ പൊരിച്ചിന്. നല്ല ടേസ്റ്റ് ഉണ്ട് അതിന്. ഒരു വൈറ്റ് നമുക്ക് ചെറിയൊരു പീസ് നല്ല വലിയതായിട്ട് വരും. ഒരു പപ്പടം എന്ന് വെച്ചാൽ അതിൻ്റെ പകുതി വെച്ചിട്ടാണ് ഞാൻ ആക്കി. എന്നിട്ട് തന്നെ വലുതായി വന്നിന്. ഇതാ നമ്മളെല്ലാം ആക്കി. നല്ല വിശപ്പുണ്ടായിരുന്നു. 3:30 ആയിനെല്ലാം കൂടി നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ. അപ്പോൾ നമ്മളെല്ലാം കൂടി ഫുഡ് കഴിച്ച് ഇനിയിപ്പോൾ ഞാൻ കൊണ്ടുവന്ന സാധനങ്ങൾ അതിൻ്റെ കണ്ടെയ്നറിലാക്കി വെക്കണം. അങ്ങനെ ഞാനിതാ ഓരോന്നായിട്ട് ആക്കി വെക്കുന്നതാണ്. ഇങ്ങനെ ഓരോന്നിങ്ങനെ മേലെ വെച്ചിട്ട് ഇങ്ങനെ ചെരിയാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. അരി ചെരിയുന്നത് കാണാൻ തന്നെ നല്ല രസമല്ലേ? ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെരിയുന്നത്. ഞാനിങ്ങനെ ചെരിഞ്ഞു കൊണ്ടിരിക്കും. അങ്ങനെ ഓരോന്ന് എടുത്ത് വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. കുറച്ച് സാധനങ്ങളെല്ലാം ഞാനിങ്ങനെ എടുത്തു വെച്ച്. ഇതെല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നല്ല എയർ ടൈറ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ടൊരു ക്ലിപ്പുണ്ട്. ഇതുണ്ടോ, നല്ല അടിപൊളി സാധനം ഇത്. ഈ ക്ലിപ്പ് ഞാൻ അവിടെ നിന്ന് വാങ്ങിയത് ഒരിക്കൽ. ഇപ്പോൾ വാങ്ങിയതല്ല, കുറച്ച് മുന്നേ വാങ്ങിയത്. ബാക്കി വരുന്നതെല്ലാം അങ്ങനെ വന്നിട്ട് നമുക്ക് വേറൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി വെക്കാം. ഞാനെല്ലാം എടുത്തു വെച്ച്. എന്നാൽ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബായ്. ഇനി നമുക്ക് പുറത്ത് പോകാനുണ്ട്. ഞാൻ വേറൊരു വ്ളോഗിൽ കാണിക്കാം. ഓക്കെ, ബായ്.